ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാൾ നാട്ടുകാരനാണ്, ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ജിഷയുമായി ബന്ധപ്പെട്ട ചിലരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ജിഷയുടെ ഒരു സുഹൃത്തിനെയും ആലുവ ഡിവൈഎസ്പി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DGP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സമീർ ചേരുന്നു. സമീർ, പ്രതികളെ സംബന്ധിച്ച് നേരത്തെ പോലീസ് സൂചിപ്പിച്ചിരുന്നത് ഒന്നുകിൽ മാനസിക രോഗി, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തതിനു ശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ക്രൂരമായ മനോഭാവം എന്നതാണ്. ഇപ്പോൾ പിടിയിലായവരെ സംബന്ധിച്ച് പോലീസ് ഏത് നിഗമനത്തിലാണ് നീങ്ങുന്നത്? ചോദ്യം ചെയ്യൽ വരുന്ന അനൗദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ സമീർ? അജിംഷാദ്, രണ്ട് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് പ്രതികളിൽ ഒരാൾ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഈ കൊല്ലപ്പെട്ട ജിഷയുടെ അയൽവാസിയാണ് എന്ന കാര്യമാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് പ്രതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം കസ്റ്റഡിയെടുത്ത പ്രതിയെ 40 മിനിറ്റോളം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് മറ്റു പ്രതിയെ ചോദ്യം ചെയ്തത്. 10 മിനിറ്റ് ആണ് രണ്ടാമത്തെ പ്രതിയെയും ചോദ്യം ചെയ്തത്. ഇത്തരത്തിലുള്ള ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം മധ്യമേഖല IG-യും ഒപ്പം തന്നെ ആലുവ റൂറൽ SP-യും ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് അവരുടെ ചർച്ച പുരോഗമിക്കുന്നത്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ പിടിക്കപ്പെട്ട പ്രതികൾ തന്നെയാണോ യഥാർത്ഥത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ട്, ഒപ്പം മറ്റ് പ്രതികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വൈകാതെ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യമേഖല IG-യുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും പ്രതികളെ പെരുമ്പാവൂർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ തന്നെയാണ് പ്രതികളെ സൂക്ഷിച്ചിരിക്കുന്നത്. IG-യും ഒപ്പം തന്നെ SP-യും DYSP-യും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലെ പ്രമുഖരെല്ലാവരും തന്നെ ഇപ്പോഴും ഈ സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. ഈ പ്രതികളെ സംബന്ധിച്ചും ഒപ്പം ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മയായ രാജേശ്വരിയെ സന്ദർശിക്കുന്നുണ്ട്. അവരിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് രാജേശ്വരിയെ കണ്ട ശേഷം ജിഷ കൊല്ലപ്പെട്ട വീടും അവിടെ പരിസരവുമെല്ലാം തന്നെ അവരുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ആ വേളയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രിയും വിശദീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറെ നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസവും ഒപ്പം ഇന്ന് രാവിലെയും അടക്കം ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസിൽ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും ഒരു സൂചനയും ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നതാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ പീപ്പിൾ TV ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സംഘടനകളുടെ, മഹിളാ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ പ്രതിഷേധം ഇനി വൈകിട്ടും വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടക്കാനിരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമാണ് പോലീസിനുണ്ടാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ പോലും ഒരു സൂചന ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷമാണ് രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ശക്തമായ പ്രതിഷേധവും സമ്മർദ്ദവും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ സംബന്ധിക്കുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാവേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകും. IG അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിംഷാദ്, അതായത് സമീർ, ഇന്നലെ ഈ പീപ്പിൾ TV ഈ വിഷയം 5 ദിവസം കഴിഞ്ഞിട്ടും ഇത്രയേറെ വലിയ ഒരു കൊലപാതകം, ഇത്രയേറെ വലിയ വശങ്ങളുള്ള ഒരു കൊലപാതകം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചർച്ചയായില്ല എന്ന പരിഭവം കൂടിയായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള സമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളത് വാർത്തയാക്കുകയും ഒപ്പം #ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു. ഇതിന് ശേഷമാണ് കേരളത്തിൽ വിവിധങ്ങളായ കോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങളും മറ്റ് ഒക്കെ ഉയരുന്നത്.
ഇങ്ങനെയാണ് പോലീസ് സമ്മർദ്ദത്തിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ ഇന്നലെ പോലീസിനെ വിളിക്കുമ്പോൾ ഡിവൈഎസ്പി തന്നെ, പെരുമ്പാവൂർ ഡിവൈഎസ്പി തന്നെ നമ്മോട് പറഞ്ഞ കാര്യം ഇതേ സംബന്ധിച്ച് സൂചനകൾ ഒന്നും ഇല്ല, അല്ലെങ്കിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന് വാക്കുപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഇന്ന് 2 പ്രതികളെ പിടിയിലാവുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് ഹൈഡ് ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായതാണോ? പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വന്നതാണോ ഈ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ? ഇത്തരം സംശയങ്ങളാണ് ഒന്ന്. 2, പീപ്പിൾ ടി വിയിലൂടെ തന്നെ ഈ മരിച്ച ജിഷയുടെ സഹോദരി പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അതായത് അമ്മയെ ആക്സിഡൻറ്റിൽ പെടുത്തിയവരെ കൊടുക്കാനായുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ജിഷ മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു വശമുണ്ട്, അത് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന്. അത്തരം ഉള്ള കാര്യങ്ങളാണ് വൈരാഗ്യം എന്ന നിലയിൽ വരാവുന്നത്. അതൊക്കെയാണോ ഇപ്പോൾ കസ്റ്റഡിയിലായ 2 പേരെ സംബന്ധിച്ചുള്ള സൂചനകളായി പോലീസിനെ നയിക്കുന്നത്, അറിയാനാകുന്നത്? സമീർ, ഇതുമായി ബന്ധപ്പെട്ട് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഏതാനും വ്യക്തികൾക്കെതിരെ അവർ പരാതി നൽകിയിരുന്നു. അവർക്കെതിരെ നടപടികളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ സാഹചര്യത്തിൽ മറ്റ് കോടതിയെ സമീപിക്കുന്നതും മറ്റ് തുടർ നടപടികൾക്കുമെല്ലാം തന്നെ നിയമ വിദ്യാർത്ഥിനിയായിട്ടുള്ള ജിഷ നീങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം ഉണ്ടായിരുന്നു ജിഷയ്ക്കെതിരെയും ഒപ്പം തന്നെ അവരുടെ അമ്മ രാജേശ്വരിക്കെതിരെയും എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ സഹോദരി ഭർത്താവ് മോശമായി ഇവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. അവർക്ക് എതിരായിട്ടുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നു. ഒപ്പം ഇവരുടെ ഒരു സുഹൃത്തിനെതിരായിട്ടുള്ള ആരോപണവും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ ഏതാനും പേർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ ആരാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും വ്യക്തമായ ഒരു അതായത് ഈ 3 പേർ പിടിയിലായിരിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന 3 പേർ ഒരുപക്ഷെ നല്ല സംശയം എന്ന പോലീസ് സർക്കിൾ വരയ്ക്കും കൂടുതൽ സാധ്യതകളുള്ളവർ. അത്തരം സാധ്യതകളുള്ളവർ 2 പേരാണ്. മറ്റ് 2 പേർ കൂടി ഉണ്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ 4 പേരും അല്ലെങ്കിൽ കസ്റ്റഡിയിലിരിക്കുന്ന 2 പേരും സസ്പെക്ടിങ്ങിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്ന 2 പേരും അടക്കം 4 പേരും മലയാളികളാണോ? അവരൊക്കെയും നാട്ടുകാരാണോ, പെരുമ്പാവൂരുകാരാണോ? ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജിഷയുമായി ബന്ധമുള്ളവരാണോ? ഇപ്പോൾ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യക്തി പെരുമ്പാവൂർ സ്വദേശിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽവാസിയാണ് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് കസ്റ്റഡിയിലെടുത്ത വ്യക്തി ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തമായ വിശദീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇവരുടെ സുഹൃത്താണോ അതല്ല സഹോദരി ഭർത്താവാണോ, ഒപ്പം നേരത്തെ ഈ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതികളാണോ തുടങ്ങിയിട്ടുള്ള അവ്യക്തതകൾ ഈ 3 പേർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ കസ്റ്റഡിയിലായ രണ്ടാമത്തെ വ്യക്തി ഏത് സ്വദേശിയാണോ എന്നത് സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നു. ഏതായാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് സംബന്ധിച്ച് വ്യക്തത പോലീസിനെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. അത്തരത്തിൽ വ്യക്തത കൈവന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് വിശദീകരിക്കുന്നവർക്ക് മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായി നമ്മുടെ പ്രേക്ഷകർക്ക് അക്കാര്യങ്ങളെല്ലാം തന്നെ അത്തരം വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് കൈമാറാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ നീണ്ടുനിന്ന ഒരു മണിക്കൂറോളമാണ് 2 പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്തത്. അത്തരത്തിൽ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർക്ക് ഔദ്യോഗികമായി കാര്യങ്ങളെല്ലാം തന്നെ ഇനി മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയും. പക്ഷേ പോലീസ് ഇതുവരെയും മാധ്യമങ്ങളെ കാണാനോ ഇക്കാര്യങ്ങളെല്ലാം ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനോ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പെരുമ്പാവൂരിൽ ജിഷയുടെ വീട് സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പിടിക്കപ്പെട്ട കസ്റ്റഡിയിലായിട്ടുള്ള ഈ 2 പ്രതികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചും ഒപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഈ പ്രതികളുടെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി വിശദീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. IG-യുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിശദീകരണം തേടുന്നുണ്ട്. എന്നാൽ IG-ഒന്നും തന്നെ ഇതുവരെയും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഒന്നും പറയാനില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും നമ്മൾ വീണ്ടും IG-യുടെയും അതോടൊപ്പം തന്നെ ആലുവ റൂറൽ SP-യുടെയും ഒപ്പം പെരുമ്പാവൂർ DYSP-യുടെയും ഇവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും മാത്രം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും അന്വേഷിക്കും. അവരുമായി നമുക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളതെങ്കിലും വീണ്ടും നമ്മൾ അവരുടെ പ്രതികരണം തേടുന്നതാണ്. ഒപ്പം ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ച് വിശദീകരിക്കുമോ എന്നത് സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉയരുന്ന വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഈ DYSP ഓഫീസിന് തൊട്ട് മുൻഭാഗത്തെല്ലാം DYFI അടക്കമുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് കാണുന്നത്. ഒപ്പം തൊട്ട്
അടുത്ത് തന്നെ ഗാന്ധി സ്ക്വയർ, പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയറിൽ മറ്റൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധം നടക്കുന്നത് കാലടി. തീർച്ചയായും സമീർ, ഇന്നലെയും പീപ്പിൾ ടി വി വാർത്ത നൽകിയതിനു ശേഷം ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. IG മാധ്യമങ്ങളെ കാണുമോ ഇത് സംബന്ധിച്ച്? അറിയില്ല. ചോദിക്കാമോ? പറ്റത്തില്ല, എൻഗേജ് ആണ് സാർ. എപ്പോഴായിരിക്കും മാധ്യമങ്ങളെ കാണുക? ടേക്സ് ടൈം. വൈകാതെ മാധ്യമങ്ങളെ IG കാണുമെന്ന് തന്നെയാണ് അജിംഷാദ് നമുക്ക് ഇപ്പോൾ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല, അതുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ കഴിയില്ല എന്ന് ആണ് ഡിവൈഎസ്പി പറയുന്നത്. എന്നാൽ IG വൈകാതെ കാണും എന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ IG ആ വേളയിൽ വിശദീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും നമുക്ക് കാണുന്നത് പോലെ തന്നെ രാവിലെ ഈ പ്രതികൾ കസ്റ്റഡിയിലായി എന്നറിഞ്ഞത് മുതലാണ് ഈ നാട്ടുകാരുടെ വലിയ ഒരു തിക്കും തിരക്കുമാണ് ഈ സ്റ്റേഷനിൽ ഉള്ളത്. ഇപ്പോഴും അത്തരത്തിലുള്ള നിരവധി പേര് തന്നെയാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാടിനെ നടക്കിയ ഈ കൊലപാതകത്തിലെ ഘാതകൻ ആരാണ് എന്നറിയുന്നതിനുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒപ്പം കസ്റ്റഡിയിലായിട്ടുള്ള ഈ 2 പ്രതികൾ തന്നെയാണോ ഈ കുറ്റകൃത്യം നടത്തിയത്? ഒപ്പം എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ, രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഒരു അത്രമാത്രം ക്രൂരമായ കൊലപാതകം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയുള്ള നിരവധി ചോദ്യങ്ങളാണ്. തീർച്ചയായും സമീറാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ഉടൻ തന്നെ IG പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ കസ്റ്റഡിയിലായവരെ ചോദ്യം ചെയ്തതിനു ശേഷം IG ഉടൻ തന്നെ പുറത്ത് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്ന സൂചന ഇപ്പോൾ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും, മീൻസ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയും ഇന്ന് സന്ദർശിക്കും. ഒരുപക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി പോലും ആഭ്യന്തരമന്ത്രി അവിടെ എത്തുന്നു സാഹചര്യം. പ്രതിഷേധങ്ങൾ അവിടെയുമുണ്ട്. ഈ പ്രതിഷേധങ്ങൾ തലസ്ഥാന നഗരിയിൽ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, പെരുമ്പാവൂരിൽ, ആലുവയിൽ, കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം, ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചതിന് ശേഷമാണ് സജീവമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിൽ ഉരുണ്ടുകൂടുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധം, ഒപ്പം മറ്റ് സ്ത്രീ കൂട്ടായ്മകളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധങ്ങളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നതും അടക്കമുള്ളവ. അജിംഷാദ്, ജിഷയ്ക്ക് നീതി ലഭിക്കുക എന്നൊരു മുദ്രാവാക്യം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഇതാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് തലസ്ഥാന നഗരത്ത് പ്രതിഷേധം ഇപ്പോഴും ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിഷേധം രാവിലെ മുതൽ തന്നെ തലസ്ഥാന നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. ഇതിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി വനിതാ പ്രമുഖർ തന്നെയാണ് അണിചേർന്നതും. ഈ പ്രതിഷേധത്തിൽ കൂടിച്ചേർന്നുകൊണ്ട് ജിഷയുടെ നീതിക്ക് വേണ്ടി ഇനിയും പോരാടണം, ജിഷയുടെ ഘാതകരെ കണ്ടെത്തുന്നതുവരെയും അവർക്ക് അവരുടെ കൃത്യത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷ ലഭിക്കുന്നതുവരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം. പാതി വഴിയിൽ വെച്ച് ഈ പ്രതിഷേധം ആരും അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു ഈ വനിതാ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലും പ്രതിഷേധം പല ഭാഗങ്ങളിലായി നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ SFIയുടെ നേതൃത്വത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് SFIയും ജിഷയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്യണം, ജിഷയ്ക്ക് നീതി ലഭിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. ഇന്ന് വൈകിട്ടും ഇതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ, സ്ത്രീകളുടെ തന്നെ വലിയ പ്രതിഷേധ കൂട്ടായ്മകൾ ഇന്ന് വൈകിട്ടും രാജ്ഭവന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒക്കെ ഇനിയും തുടരാനിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ഇതുപോലെ തന്നെ വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ള തീരുമാനം. പ്രത്യേകിച്ചും വനിതാ മാധ്യമ പ്രവർത്തകർ രാവിലെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത് നൽകുക എന്നുള്ളത് തന്നെയാണ്. ഈ ആവശ്യം അത് ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ മാത്രം പ്രതിഷേധം നടത്തി അവസാനിപ്പിക്കാതെ ഈ വിഷയത്തിൽ ഇതിലുടനീളം കേസ് അന്വേഷണത്തിലുടനീളം എത്രയും വേഗം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, ഇതിൽ
പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതുവരെയും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാവശ്യം തന്നെയാണ് എല്ലാ പ്രതിഷേധക്കാരുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ഇന്നുകൊണ്ട് അവസാനിക്കും എന്ന് കരുതാൻ വയ്യ. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തിപ്പെടുത്തുക. കാരണം സമൂഹത്തിൽ, കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധിയായി തന്നെ ഇപ്പോൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തു വരികയാണ്. ഇത് കൂടുതലും പുറം ലോകം അറിയാതെ പോകുന്ന ഒരു കേസ് കൂടിയാണ് പലവരുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും പല കേസുകളിലും പ്രതികൾ പിടിയിലാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാ പ്രതിഷേധക്കാരും. അജിംഷാദ്. തീർച്ചയായും ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ പ്രതിഷേധമാണ് തലസ്ഥാനത്തും ഉരുണ്ടുകൂടുന്നത്. ഇനിയും പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വനിതാ മാധ്യമ പ്രവർത്തകരടക്കം തെരുവിലേക്ക് ഇറങ്ങി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, മഹിളാ കോൺഗ്രസ്, SFI, DYFI തുടങ്ങിയ പ്രവർത്തകരൊക്കെയും വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങളുമായി എത്തിച്ചേരുകയാണ്. ഒപ്പം എറണാകുളം ജില്ലയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളുണ്ട്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ജിഷയുടെ മരണത്തിൽ അങ്ങേയറ്റത്തെ വേദനയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പബ്ലിസിറ്റിയാണ് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും കേസിൽ തുമ്പുണ്ടാകുന്നത് വരെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി 5 ദിവസത്തിന് ശേഷമാണ് പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ. പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ കൊലപാതകം ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ കുറ്റവാളികളെ നിയമത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല. IG-യുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് അത് സംബന്ധിച്ച് അന്വേഷണം നേരിട്ട് നടത്തുന്നത്. ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് വ്യക്തിപരമായിട്ട് ആ കാര്യം, അതിൻ്റെ തുടർ നടപടികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിൽ നമുക്കൊക്കെ അങ്ങേയറ്റത്തെ വേദനയുണ്ട്. ഏതായാലും കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. 5 ദിവസമായി കൊലപാതകം നടന്നത്, ഇതുവരെ വേണ്ടത്ര കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതല്ല, നമ്മൾ ഇതുപോലുള്ള കേസിൻ്റെ അന്വേഷണത്തിന് പബ്ലിസിറ്റി തന്നെയായിരിക്കും ഏറ്റവും അധികം തടസ്സം വരുന്നത്. അപ്പോൾ അത് ഒരു കേസിൻ്റെ ഒരു വ്യക്തമായ തുമ്പുണ്ടാകുന്നത് വരെ അത് അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് പുറത്തു പറയാൻ സാധിക്കത്തില്ല. ഈ വിവരം പോലീസിൽ ലഭിച്ച അന്നേരം മുതൽ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം ഉടനെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ആദിവാസി ദളിത് പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് പൊതുജനങ്ങളിൽ നിന്നും. അതിനെക്കുറിച്ച് എന്താണ്? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത്? ഒരു ദളിത് എന്നുള്ള ഒരു അക്രമത്തിൽ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് എതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു അക്രമം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് ദളിത് വിഭാഗക്കാർ മാത്രമല്ല, മറ്റുള്ള വിഭാഗക്കാർ പോലും അതിനെതിരെ പ്രതികരിക്കും.